شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هل لسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹനിധികളായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നാം പ്രധാനമായും അറിയേണ്ടുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ്. ആദ്യം ആയത്ത് നമുക്കൊന്ന് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. അതിൻ്റെ അർത്ഥം, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനക്കർഹനുമില്ലെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയും പാപമോചനം തേടുക. നിങ്ങളുടെ പോക്കുവരവും നിങ്ങളുടെ താമസവും അല്ലാഹു അറിയുന്നുണ്ട്. ഇത്രയുമാണ് ഈ ആയത്തിൻ്റെ അർത്ഥമായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 ക്ലാസ്സുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ നാം ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും നിർബന്ധമായും മനസ്സിലാക്കേണ്ടുന്ന ചില സംഗതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്നുകൾ ഉണ്ട്. ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണാർത്ഥത്തിൽ ശരിയാകണമെങ്കിൽ 2 റുക്നുകൾ അവൻ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വാചികമായ പ്രഖ്യാപനമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനത്തിന് 2 റുക്നുകൾ ഉള്ളതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അന്നഫി, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിലെ ആദ്യത്തെ ഭാഗം നിഷേധാത്മകമായ, നിഷേധത്തെ സൂചിപ്പിക്കുന്ന ലാ ഇലാഹ, അള്ളാഹുവിന് പുറമെയുള്ള മുഴുവൻ ആരാധ്യന്മാരെയും നിഷേധിക്കലാണ്. ഒരു ആരാധ്യനുമില്ല, അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ നിഷേധം, അതാണ് ഒന്നാമത്തെ റുക്ന്. രണ്ടാമത്തേത് അൽ ഇസ്ബാത്ത്, അഥവാ സ്ഥിരപ്പെടുത്തൽ. ലാ ഇലാഹ എന്നതിന് ശേഷം ഇല്ലല്ലാഹ്, ആരാധനയുടെ അർഹത അള്ളാഹുവിന് മാത്രമാണ് എന്ന് അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുന്ന ഇല്ലല്ലാഹ് എന്ന ഇസ്ബാത്താണ് രണ്ടാമത്തെ റുക്ന് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ആരാധ്യന്മാരും, അല്ലെങ്കിൽ ആ ഇബാദത്ത് മുഴുവൻ, അത് എല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സൂറത്തുൽ ഹജ്ജിന്റെ 62-ാമത്തെ ആയത്തിൽ ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل. അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്നതെല്ലാം ഹുവൽ ബാത്തിൽ, അതെല്ലാം നിരർത്ഥകമാണ് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഈ 2 റുക്നുകൾ നാം മനസ്സിലാക്കണം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളിൽ പൂർണാർത്ഥത്തിൽ ശരിയാകണമെങ്കിൽ
നമ്മുടെ നമസ്കാരത്തിനും സകാത്തിനും നോമ്പിനും എല്ലാം ഷർത്തുകൾ ഉള്ളതുപോലെ ആ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കപ്പെടാൻ ഷർത്തുകൾ ഇസ്ലാം നിശ്ചയിച്ചു തന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാനും ചില ഷർത്തുകൾ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിപൂർണതക്ക് നാം ഓരോരുത്തരും ആ ഷർത്തുകളെ പറ്റി അറിയൽ നിർബന്ധമാണ്. അങ്ങനെ ഷർത്തുകളെല്ലാം ഒത്ത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുമ്പോഴേ അതിൻ്റെ എല്ലാവിധ മഹത്വവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ഷർത്തുകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽം, യഥാർത്ഥമായ അറിവുണ്ടായിരിക്കുക. അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ, അജ്ഞതയുടെ വിരുദ്ധമായ, അതിൻ്റെ വിപരീതമായ അറിവ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദ്ദേശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളും ആരാധനക്കർഹനായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നീ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനവും നമ്മൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ആരാണ് നമ്മുടെ സൃഷ്ടാവ്, നാം ആരെയാണ് ആരാധിക്കേണ്ടത് എന്നൊന്നും അറിയാത്ത മഹാ അജ്ഞതയുള്ള ജഹലുള്ള ആളിനെ പോലെ ആകാതിരിക്കുകയും നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അങ്ങനെ റബ്ബിനെ ആരാധിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവിനെ കൃത്യമായി മനസ്സിലാക്കുക. അവനാണ് സർവ്വ ആരാധനകൾക്കും അർഹനായിട്ടുള്ളത് എന്ന തിരിച്ചറിവ്, എന്ന ഒരു അറിവ് നമുക്കുണ്ടാകണം. ഇല്ലാതാകുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയമായും അല്ലാഹു അല്ലാതെ മറ്റൊരാളും ആരാധനകൾക്ക് അർഹനായിട്ടില്ല എന്ന ഈ ആയത്തിന്റെ ആദ്യ ഭാഗവും നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി മഹാനായ പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയവർക്ക് നാളെ ശഫാഅത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഉടമപ്പെടുത്തുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം നിന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അവർ മാത്രമാണ് ശഫാഅത്ത് ഉടമപ്പെടുത്തുന്നവർ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സുഖ്റുഫിന്റെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ, അവന് പുറമെ ഇവർ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർ ശുപാർശ അധീനപ്പെടുത്തുന്നില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരൊഴികെ. അപ്പോൾ ഹക്കിന് സാക്ഷ്യം നിന്നവർക്ക് മാത്രമേ ശഫാഅത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം അൽ ബഗവി അദ്ദേഹം പറയുന്നുണ്ട്, വ അറാദ ബി ഷഹാദത്തിൽ ഹഖ്, ഈ ആയത്തിൽ ഹക്കിന് സാക്ഷ്യം നിന്നവർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ ഹക്ക്? ആ ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ കലിമത്തു തൗഹീദ്, കലിമത്തു തൗഹീദ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇവിടുത്തെ ഉദ്ദേശം. വഹും യഅലമൂന ബിഖുലൂബിഹിം മാ ഷഹിദു ബിഹി ബിഅൽസിനതിഹിം, അപ്പോൾ വിശ്വാസികൾ ഹൃദയം കൊണ്ട് അറിഞ്ഞ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അവർ നാവുകൊണ്ട് സാക്ഷ്യം നിൽക്കുന്നവരാകുന്നു, നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്നവരാണ് അവർ എന്ന് മഹാനായ ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഉൾക്കൊള്ളേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടാണ്, അറിഞ്ഞിട്ടാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ വഹുവ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകനിൽ ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഹുവ യഅലമു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയേണ്ടതുപോലെ അറിഞ്ഞു, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടു എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫഹാദൽ ഹദീസു സ്വരീഹുൻ,
ഫി അന്ന മൻ നതഖ ബികലിമത്തി തൗഹീദി മഅ ഇൽമിഹി ബിഹാ ഫഹുവ നാജിൻ ഇൻദല്ലാഹ്. ഈ ഹദീസിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, അന്ന മൻ നതഖ ബികലിമത്തി തൗഹീദ്, ആരെങ്കിലും ഈ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു. എങ്ങനെയാണ് ഉച്ചരിച്ചത്? മഅ ഇൽമിഹി ബിഹാ, അത് അറിഞ്ഞുകൊണ്ട്, അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ അവൻ പ്രഖ്യാപിക്കുന്നത് എങ്കിൽ ഫഹുവ നാജിൻ ഇൻദല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിച്ചവനായിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയെ അറിയുകയാണെങ്കിൽ അള്ളാഹുവിന് പുറമെ ഒരാളും ലോകത്ത് പാടില്ല എന്ന വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹുവിന് പുറമെ ആരെല്ലാം ആരാധിക്കുന്നുണ്ടോ അതെല്ലാം ബാത്തിലാണ്, അതെല്ലാം നിരർത്ഥകമാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒന്നാമത്തെ ഷർത്തായ അൽ ഇൽമ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അശ്ശർതു സാനി, രണ്ടാമത്തെ ഷർത്ത് അൽ യഖീൻ. യഖീൻ എന്ന ഷർത്താണ്. അൽ മുനാഫി ലിശക്ക്, സംശയം എന്നതിന്റെ വിപരീതമായി നിൽക്കുന്ന, സംശയം എന്നതിന്റെ വിരുദ്ധമായി നിൽക്കുന്ന അൽ യഖീൻ, ദൃഢബോധ്യത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം. ദൃഢനിശ്ചയത്തോടെ നിസ്സംശയം രക്ഷിതാവിലുള്ള വിശ്വാസമാണ് ഇവിടത്തെ ഉദ്ദേശം. യഖീൻ, അള്ളാഹുവിന് പുറമെ ഒരാളും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് ദൃഢബോധ്യത്തോടുകൂടെ നാം വിശ്വസിക്കണം. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഈമാനിൽ ഒരു തരി പോലും സംശയം വെച്ചു പുലർത്താത്ത ആളുകളാണ് വിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹുജ്റാത്തിന്റെ 15-ാമത്തെ ആയത്തിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, നിശ്ചയമായും വിശ്വാസികൾ അവരാരാണ്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, പിന്നെ ഒരു സംശയത്തിനും വക നൽകാത്ത വിധം ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ ഹൃദയത്തിൽ സംശയം വെച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്നത് എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവരുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞു, ഫലാ ഈമാന ലിമൻ ഖാലഹ ശാക്കൻ മുർതാബൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട്, ശക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, വലൗ ഖാലഹ ബിഅദദിൽ അൻഫാസ്, ഒരാളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണത്തിനനുസൃതമായി, ആ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും, വലൗ സ്വറഖ ബിഹാ ഹത്താ യസ്മഅ ജമീഉൻ നാസ്, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും കേൾക്കുമാറ് തട്ടഹസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഫലാ ഈമാൻ, അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിൽ സംശയമില്ലാത്ത രൂപത്തിൽ ദൃഢബോധ്യത്തോടുകൂടെ യഖീനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ രണ്ടാമത്തെ ഷർത്ത് അൽ യഖീൻ. ഇനി മൂന്നാമത്തെ ഷർത്ത് അശ്ശർതു സാലിസ് അൽ ഇഖ്ലാസു അൽ മുനാഫി ലിശ്ശിർക്ക്. ഷിർക്കിന് വിപരീതമായി വരുന്ന ഇഖ്ലാസ് എന്നതാണ് മൂന്നാമത്തെ ഷർത്ത്. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കേണ്ടത്. ആത്മാർത്ഥതയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലയെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഇഖ്ലാസ് അല്ല ഇവിടുത്തെ ഉദ്ദേശം, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതും പറയുന്നതും ആളുകളുടെ പ്രശംസക്കോ ആളുകൾ നമ്മളെപ്പറ്റി വാഴ്ത്താനോ പുകഴ്ത്താനോ വേണ്ടിയല്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖേന ഞാൻ രക്ഷപ്പെടണം, എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ഒരു ചിന്തയോടുകൂടെയായിരിക്കണം, ഇഖ്ലാസോടുകൂടെയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അങ്ങനെയെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ അതെല്ലാം കരസ്ഥമാക്കുന്ന, അതെല്ലാം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ, ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നു, അസ്അദുന്നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ ബിനഫ്സിഹി. അസ്അദുന്നാസി ബിശഫാഅതി,
എന്റെ ഷഫാഅത്ത് നാളെ പരലോകത്ത് വെച്ച് ലഭിക്കുന്നത് മൂലം സൗഭാഗ്യവാന്മാരാകുന്നവർ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ആരെങ്കിലും പറഞ്ഞാൽ ഖാലിസൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ അവനാണ് എന്റെ ഷഫാഅത്ത് മുഖേന എന്റെ ഷഫാഅത്ത് ലഭിച്ചുകൊണ്ട് നാളെ പരലോകത്ത് സൗഭാഗ്യം സിദ്ധിക്കുന്നവർ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ലൻ യുവാഫ അബ്ദുൻ യൗമൽ ഖിയാമത്തി ലാ ഇലാഹ ഇല്ലല്ലാ യബ്തഗി ബിഹാ വജ്ഹല്ലാ ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ, അവന് മേൽ അല്ലാഹു നരകത്തിന്റെ തീയിനെ ഹറാമാക്കിയിരിക്കും, നിഷിദ്ധമാക്കിയിരിക്കും, അവൻ നരകത്തിൽ പോവുകയില്ല എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തുകളൊക്കെ വന്നത് നമുക്ക് പരിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും വായിക്കാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്, മറ്റുള്ളവർ കാണാനോ അല്ലെങ്കിൽ ആളുകളുടെ പ്രശംസ ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേവലം ഭൗതികമായ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കേണ്ടത്. മറിച്ച് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ ഉരുവിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കുക. ഇനി അശ്ശർത്തുർ റാബിഅ, നാലാമത്തെ ഒരു ഷർത്ത്, അത് അസ്വിദുഖു അൽ മുനാഫി ലിൽ കദിബ്, കളവിന് വിപരീതമായി നിൽക്കുന്ന അസ്വിദഖ്, സത്യസന്ധത ഉണ്ടാവുക എന്നതാണ്. അപ്പൊ സത്യസന്ധമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിച്ച് അത് മനസ്സിലാക്കിയിട്ട് ഇഖ്ലാസോടുകൂടെ ഉച്ചരിക്കുന്ന വാചകം അത് സത്യമാണ്, യഥാർത്ഥമായ അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നാവുകൊണ്ട് ഉച്ചരിക്കുകയും അത് ഹൃദയത്തോട് യോജിക്കാതെയാണ് നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് എങ്കിൽ അത് കൃത്യമായി അതിൽ വിശ്വാസമില്ലാതെ അത് സത്യമാണോ സത്യമല്ലേ എന്ന് പിന്നെ രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കുന്ന രൂപത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കാര്യമില്ല. അത് മുനാഫിഖിന്റെ പ്രവർത്തനമാണ്. കാരണം മനസ്സിലൊന്നു വെക്കുകയും അല്ലെങ്കിൽ സംശയം മനസ്സിലുണ്ടാവുകയും മറിച്ച് നാവിലൂടെ മറ്റൊന്ന് പറയുകയും ചെയ്യുക എന്നത് പിന്നെ മുനാഫിഖുകളുടെ ലക്ഷണമാണ്, അവരുടെ സ്വഭാവമാണ് എന്നതൊക്കെ നമ്മൾ ഇതിന്റെ മുൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സൂചിപ്പിച്ചതാണല്ലോ. കാരണം മുനാഫിഖുകളുടെ പ്രത്യേകതയായിക്കൊണ്ട് സൂറത്തുൽ ഫത്ഹിന്റെ 11-ാമത്തെ ആയത്തിൽ യഖൂലൂന ബി അൽസിനതിഹിം, അവർ മുനാഫിഖുകൾ അവർ ധാരാളമായി സംസാരിക്കും, പലതും പറയും, പക്ഷേ മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അതൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട അല്ലാഹുവല്ലാത്ത മറ്റൊരാളും ആരാധനകൾക്ക് അർഹനായിട്ടില്ല എന്ന ആ കലിമത്തു തൗഹീദ് അത് സത്യസന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ നാലാമത്തെ ഷർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷർത്തിലേക്ക് സൂചന നൽകുന്ന, സിദ്ഖ് വേണം എന്ന ആശയത്തിലേക്ക് സൂചന നൽകുന്ന ഒരു ഹദീസ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നമുക്ക് ഇപ്രകാരം കാണാം. പ്രവാചകൻ പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നില്ല, സ്വാദിഖൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ സത്യമായി കൊണ്ട് സത്യസന്ധമായിട്ടാണ് അവൻ അത് പറയുന്നത് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലന്നാർ, അവന്റെ മേൽ അള്ളാഹു നരകത്തീയെ നിഷിദ്ധമാക്കും, നരകത്തിൽ അവൻ പ്രവേശിക്കാൻ ഇടവരുകയില്ല, നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ഷർത്തുകൾ, ഒന്ന് അൽ ഇൽം, അല്ലാഹുവല്ലാതെ മറ്റൊരാളും ആരാധനക്ക് അർഹനായിട്ടില്ല എന്ന ആ വലിയ ഇൽമ് നമുക്കുണ്ടാകണം. രണ്ടാമത്തത് യഖീനോടുകൂടെ അൽ യഖീൻ, ഇതാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്, ഈ പിന്നെ പറയുന്ന ഞാൻ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം പറയേണ്ടത്. മൂന്നാമത് അൽ ഇഖ്ലാസ്, ഉറപ്പോടുകൂടെ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടാകണം. നാലാമത് ഈ ആത്മാർത്ഥമായി പറയുന്ന വാചകം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, അസ്വിദ്ഖ് എന്ന ഷർത്തും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ
ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരു ഭാഗം വരെ നമുക്ക് പൂർണ്ണതയിലെത്താം. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ ഒരു 2-3 ഷർത്ത് കൂടെ നമുക്ക് പറയാനുണ്ട്. അത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതിലും അറിഞ്ഞതിലും കേട്ടതിലുമെല്ലാം ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അപാരമായ തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.